Hi dear students, next question number 22. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഡൈപോളിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് നോക്കാം. 2 charges -4 microcoulomb plus 4 microcoulomb are located at 2 points. ആ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓൾസോ ഗിവൺ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ഡൈപോൾ. അപ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ കൺസെപ്റ്റാണ്, സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആണ്. കാരണം ടോർക്കിൻ്റെ വെക്ടർ ഫോമിൽ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ഇസ് ഈക്വൽ ടു ഡൈപോൾ മൊമെൻറ്റ് ക്രോസ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് വെക്ടർ ഫോമിൽ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ വരുന്നത് 0.2 ഐ ക്യാപ്പ് ആണ്. ദാറ്റ് മീൻസ് അത് എക്സ് ഡിറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് 0.2 വോൾട്ട് പെർ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻⁻² വരും. അത് മുകളിലേക്ക് പോയി അത് +2 ആവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വരിക 20 വോൾട്ട് പെർ മീറ്റർ ഐ ക്യാപ്പ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് 20 ഐ ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡൈപോൾ വെക്ടർ ഫോമിലല്ല. രണ്ട് ചാർജും ചാർജിൻ്റെ ലൊക്കേഷൻസും ആണ്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഡൈപോൾ മൊമെൻ്റ് P ഈസ് ഈക്വൽ ടു 1 ഓഫ് ദ ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത് അല്ലേ. ഡൈപോൾ ലെങ്ത്തിന് ഞാൻ L എന്ന് എഴുതി, ക്യാപിറ്റൽ L എന്ന് എഴുതി. L എന്ന് പറയുന്നത് ഡൈപോൾ ലെങ്ത് ആണ് കേട്ടോ. ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. നമുക്കിവിടെ ചാർജുകളുടെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, പൊസിഷൻ തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ആ രണ്ട് പൊസിഷൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടും. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ലെറ്റ് us say R vector is equal to R2 minus R1. That is equal to 2 minus 1, that is 1. അത് x ഡയറക്ഷനിൽ ആയതുകൊണ്ട് ഞാൻ ഐ ക്യാപ്പ് എന്ന് എഴുതി, 1 ഐ ക്യാപ്പ്. ദെൻ -1 -0, that is -1. അപ്പോൾ അത് y ഡയറക്ഷനിലാണ്, -j ക്യാപ്പ്. 5 - 4, that is 1. അത് z ഡയറക്ഷനിലാണ്. സോ 1 + 1 k ക്യാപ്പ്. സോ ഇതാണ് ചാർജുകൾക്കിടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു 1 ഓഫ് ദ ചാർജ് 4 ഇൻറ്റു ഡൈപോൾ ലെങ്ത്തിൻ്റെ വെക്ടർ ഫോം. ഡൈപോൾ ലെങ്ത്തിൻ്റെ വെക്ടർ ഫോം I - j k ആണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 4i - 4j + 4k. സോ ദിസ് ഇസ് ഡൈപോൾ മൊമെൻറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ടോർക്ക് കാണണമെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യണം. സോ നമുക്ക് ക്രോസ് ചെയ്യാം. ടോർക്ക് ഇസ് ഈക്വൽ ടു IJK. P ക്രോസ് E ആണ്. അപ്പോൾ ആദ്യം നമ്മൾ P ആണ് എഴുതേണ്ടത്. 4 - 4 4. ദെൻ ഇലക്ട്രിക് ഫീൽഡ് 20 ഐ ക്യാപ്പ്, ദാറ്റ് ഇസ് ഇവിടെ 20 വരും, ശരിയല്ലേ? ഇനി നമുക്ക് ഇവിടെ രണ്ടും 0 വന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ഇസ് ഈക്വൽ ടു ഇവിടെ ഐയുടെ റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ദിസ് ടേം വിൽ ബി 0, ദിസ് വിൽ ബി 40. സോറി, ദിസ് ടേം വിൽ ബി 0, ദിസ് ഓൾസോ 0. രണ്ടും 0 ഇപ്പോൾ. പിന്നെ j ഇൻറ്റു റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0 ആൻഡ് ദിസ് വിൽ ബി -80. അപ്പോൾ -j ഇൻറ്റു -80. ദെൻ കെയുടെ റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ k ഇൻറ്റു ദിസ് വിൽ ബി 0 ആൻഡ് ദിസ് വിൽ ബി -0 -80. അപ്പോൾ അത് +80 ആവും. സോ +k ഇൻറ്റു 80. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു 80j + 80k. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. ദെൻ മറ്റൊരു കാര്യം, ഇവിടെ ചാർജ് ആക്ച്വലി എന്താണ്? മൈക്രോ കൂളോമ്പിലാണ് ചാർജിൻ്റെ യൂണിറ്റ്, മൈക്രോ കൂളോം. അപ്പോൾ നമ്മളതിവിടെ ആ യൂണിറ്റ് നമ്മൾ 4 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ, യൂണിറ്റ് എടുത്തിട്ടില്ല. സോ ദിസ് ഇസ് മൈക്രോ ആണ് വരിക. ഇവിടെ മൈക്രോ എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻⁻6 ഉണ്ടാവും, 10⁻⁻6. അപ്പോൾ അത് ഇവിടെ പുറത്ത് ഇവിടെ ഇൻറ്റു 10⁻⁻6 ഉണ്ടാവും. അപ്പോൾ 10⁻⁻6 ഒരു 0 നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് 8j + 8k ഇൻറ്റു 10⁻⁻5 ഉണ്ടാവും. അപ്പോൾ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ 8j + 8k. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് √8² + 8² ഇൻറ്റു 10⁻⁻5. ദാറ്റ് ഈസ് √2 ഇൻറ്റു 8 ഇൻറ്റു 10⁻⁻5. സോ അവിടെ ആൽഫയുടെ വാല്യൂ നമുക്ക് എന്ത് വരും? ആൽഫ ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. കാരണം ഇവിടെ 8 ഇൻറ്റു √α എന്നാണ് നമുക്ക് ഫൈനലി കിട്ടിയ ആൻസർ, 8 ഇൻറ്റു √2. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 2. യെസ്, ആൽഫ ഇസ് ഈക്വൽ ടു 2. ക്ലിയർ ആണോ? വളരെ സിമ്പിളായ ക്വസ്റ്റൻ ആണ്, പക്ഷേ അവർ കുറച്ച് വളഞ്ഞ രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം. കോൺസെപ്റ്റ് അറിയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ ടു യു.